ഫ്രണ്ട്സ് അസ്സലാമലൈക്കും. നമ്മളിതാ ഈസി ആൻഡ് ടേസ്റ്റിയുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ. എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ വരെ പോകുന്ന മുട്ട റോസ്റ്റാണ്. പാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചൂടായി വന്നപ്പോഴത്തേക്ക് 3 മീഡിയം സൈസ് സവാളക്കാനം കുറച്ചരിഞ്ഞ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് വാടി വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അതും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 3/4 ടീസ്പൂൺ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എരിവൊക്കെ കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ 6 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മളിതാ നടുക്കൊന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലയിലേക്ക് സ്പീഡിലൊന്നും ഇളക്കാതെ സ്ലോലി ഒന്ന് ഇതാ മിക്സ് ചെയ്ത് ആ മുട്ടയിലേക്ക് എല്ലാം മസാലയും പിടിപ്പിക്കണം. അത് പെട്ടെന്ന് അതിലേക്ക് ഇഴുകി ചേരാനായിട്ട് 3 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും പതിയെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പെട്ടെന്നാവട്ടോ, ഒട്ടും താമസമൊന്നുമില്ല. അപ്പോൾ നമുക്കത് അപ്പം ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആക്കാനായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് തേങ്ങാപ്പാലോ കുറച്ച് പശുവിൻ പാലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമ.